നമ്മുടെ കോന്നി സുരേന്ദ്രനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. 99-ലാണ് ലാഹ രാജാമ്പാറയില് ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ കുട്ടിയാന തള്ള ചരിഞ്ഞെന്ന് പറഞ്ഞ മരിക്കുന്നതിന് പറയുന്ന ചരിയുക ചരിഞ്ഞ് തള്ളയുടെ അടുത്ത് നിന്ന് പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ്. ഞാനും ഹനീഫയും നാരായണനുമാണ് ഞാനെ പിടിക്കാൻ പോകുന്നത്. റാന്നിയില് ലാഹ രാജാമ്പാറയിൽ പ്ലാന്റേഷൻ അക്കേഷ്യ പ്ലാന്റേഷന്റെ സൈഡിൽ ഒരു പാറയുടെ ചരിവിന് നിന്ന് ഞങ്ങളന്ന് ആനയ്ക്ക് ഇവിടുന്ന് ഒരുപോലെ പഴമൊക്കെ കുട്ടിയാനയല്ലേ, ഒരിക്കലും ഒരു കാത്താനയൊന്നും പഴമൊന്നും എടുത്ത് കഴിക്കത്തില്ല. എന്താണെന്നറിയത്തില്ല. നമ്മളങ്ങനെ പല പ്രാവശ്യം പഴം എറിഞ്ഞിട്ട് കൊടുത്ത് ആനയുടെ അരിഞ്ഞാനയുടെ പൊക്കത്ത് കയറി ഞാൻ ഇരുന്ന് ഇങ്ങനെ പഴം ഇരിഞ്ഞു കൊടുത്ത് ഓരോന്നോരോന്ന് തപ്പിക്കളഞ്ഞ് ഒരെണ്ണം തിന്നപ്പോൾ അതിന് ടേസ്റ്റ് തോന്നി. അങ്ങനെ തിന്ന് അങ്ങനെയാണ് ആനയ്ക്ക് വടം ഏൽപ്പിക്കുന്നത്. കഴുത്ത് വടം. ആന ഏതാണ്ടൊരു 3.5 അടി പൊക്കം ഉണ്ട്. നമ്മളെ ആ സമയം ഓടിക്കുന്ന അത്ര സൗകര്യമുള്ള ശബരിമല ആനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീറും വാശി എന്ന അതിന് നമ്മൾ പറയാം കോപം, ദേഷ്യം, കോപം എന്നുള്ള വാക്കിനാണ് വീറും വാശി കൂടുതലുള്ളതാണ് സുരേന്ദ്രനെ കൊണ്ടുവന്ന് സുരേന്ദ്രനെ ഈ കൂട്ടില് 3-4 വർഷം കൂട്ടിലിട്ട് മെരുക്കി. അത് ശിവാനന്ദൻ എന്ന് പറഞ്ഞ 98-ല് ഞാൻ ആനപ്പാപ്പാനായിട്ട് ഇവിടെ വേക്കൻസി തന്നപ്പോൾ മീനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നമ്മുടെ കൂടെയുള്ള സുഹൃത്ത് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മീനയെ ലഭിച്ച്. പിന്നെ 99-ല് സുരേന്ദ്രൻ വരികയും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ വർഷം സുരേന്ദ്രൻ്റെ പാപ്പാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാറി പ്രിയദർശിനി ഇങ്ങനെയുള്ള ആനകൾ കയറി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുരേന്ദ്രനെ 2017-ല് കുങ്കി ട്രെയിനിങ്ങിന് കൊണ്ടുപോകാനായിട്ട് മുതുമലയ്ക്ക്. അപ്പോൾ എന്നെ പോസ്റ്റ് ചെയ്തു. ഞാനും കൃഷ്ണകുമാറും നമ്മുടെ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു കക്ഷി, അങ്ങനെ 3 പേര് വയനാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകുന്നു. മുതുമല 3 മാസം കുങ്കി ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് ട്രെയിനിങ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. കുറേ കാര്യങ്ങളുടെ പഠിക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ കുങ്കി ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ 1970-71 മുമ്പുള്ള ആനപിടുത്തമാണ്. ആനകളെ എങ്ങനെ നമുക്ക് നയപരമായിട്ട് പിടിക്കാം, ആനകളെ എങ്ങനെ ബന്ധിക്കാം, കഴുത്തുവട ഏൽപ്പിക്കാം, അതുപോലെ അമരവടം ബാക്കിലെ കാലിലെ അമരവടം ഏൽപ്പിക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്ന ആനകൾ ഏറ്റവും വലിയ ആനകളാണ്. ആനപ്പിടുത്തമുള്ള കാലത്ത് കൊമ്പൻ ആനയെന്ന് പറഞ്ഞാൽ നമ്മൾ 7 അടി പൊക്കം വരെ ഉള്ള ആനയെ പിടിക്കത്തുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7 അടി പൊക്കമാകുന്നുണ്ടെ ഒരു 5, 5.5, 6 വയസ്സ് പ്രായത്തിൽ കിട്ടുകയും 7 അടി പൊക്കമാകുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 അടി 1.25 അടി കൊമ്പേ കാണത്തുള്ളൂ. 1.25. അപ്പം നമ്മൾ 9 അടി പൊക്കമുള്ള താപ്പാനകളെയാണ് ഉപയോഗിക്കുന്നത്. ഈ ആനകൾ കരുത്തുവടം ഇടുന്ന സമയത്ത് 2 കരുത്തുവടമാണ് ഏൽപ്പിക്കുന്നത്. കരുത്ത് വടം ഏൽപ്പിച്ച് 2 സൈഡിലായിട്ട് പിടിക്കും, അമരവടവും. ഈ ആന ഈ താപ്പാനകളെ, കുങ്കിയാനകളെ മറികടന്ന് എന്ന് പറഞ്ഞാൽ പൊക്കത്തിൽ നിന്ന് മറ്റേ കുങ്കിയാനയുടെ പുറത്തിരിക്കുന്ന പാപ്പാനെ എടുക്കുകയോ അതുപോലെ തന്നെ ഈ വലിയ കൊമ്പ് കൊണ്ട് ഈ മറ്റേ ആനയെ ഉപദ്രവിക്കുകയോ കുങ്കിയാനയെ ഉപദ്രവിക്കുകയോ ചെയ്താൽ ആനകൾക്ക് നമ്മളെ പോലെ തിരിച്ചറിവില്ലല്ലോ. ഈ ആനയ്ക്ക് കൊമ്പ് കൊണ്ട് നോകുന്നുടനെ ഈ വക്ക കടിച്ചുകൊണ്ടിരിക്കുന്ന കടി വിടും. അപ്പം ആന നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് പോകും. അതിനാണ് നമ്മൾ പൊക്കം കുറഞ്ഞ ആന പിടിക്കുന്നത്. അത് വലിയ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. വലിയ ആന പിന്നെ ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്ത് ഇഞ്ചക്ഷൻ കൊടുത്താണ് പിടിക്കുന്നത്. അതുകൊണ്ട് ആന ഒരുമാതിരി വലിയ വയലന്റ് ആവാറുണ്ട്, ഒരു സൈലന്റ് പരുവത്തിൽ. അതാണ് ഈ വലിയ ആന നമുക്ക് പിടിച്ച്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിങ് ആണ്. നമ്മൾ പണ്ട് കഴുത്തുവടം ഇട്ട് 3 ആനകൾ ചേർന്ന് അച്ചൻകോവിൽ നിന്നും നടുവത്തുമൂഴി, കല്ലുതോട്, പിന്നെ മണ്ണാറപ്പാറ ഇവിടെ നിന്നെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. കഴുത്തുവടം 2 കഴുത്തുവടം, 2 ആന, അമരവടത്തിന് 1 ആന, 3 താപ്പാനകളാണ് ഈ ആനകളെ കൊണ്ടുവന്നത്. അതെൻ്റെ കൊച്ചില് കണ്ടിട്ടുണ്ട്.
ഇപ്പൊ ഈ വരുന്ന നിങ്ങളുടെ ജനറേഷനിലും കാണാൻ സാധ്യത കുറവ്. ഈ ടി വി കൂടെ ഒക്കെ കാണാം. അതൊരു ഉത്സവം തന്നെ ആയിരുന്നു ആനയെ കൊണ്ടുവരുന്നത്. അന്ന് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ 6 മാസം ഉണക്കും, 6 മാസം ഈ ഡിസംബർ തൊട്ടാണ്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആന പിടുത്ത കാലം, ഉണക്ക് സമയമാണ്, കറക്റ്റ് ഉണക്ക്. ഇപ്പൊ നമുക്ക് കാലാവസ്ഥയൊക്കെ മാറ്റമായി, ആന പിടുത്തമില്ല. കുങ്കിയാന നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സുരേന്ദ്രൻ. ഞങ്ങൾ പോയി ട്രെയിനിങ് കഴിഞ്ഞ് ആന നല്ല മിടുക്കനായി. അവനിപ്പോൾ വയനാട്ടിലുണ്ട്, ഒരുപാട് ടാസ്കിൽ പങ്കെടുത്തു. കോന്നിയുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച്, ഇത് നമ്മൾ മന്ത്രിക്കൊക്കെ എന്ന് പറഞ്ഞാൽ 5 വർഷമേ പേരെടുക്കാൻ പറ്റുള്ളൂ, അതിനകത്ത് ദോഷം ഒരുപാടുണ്ട്. പക്ഷെ കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാന നമ്മുടെ രാജ്യം തന്നെ അറിഞ്ഞു, എല്ലാ രാജ്യവും അറിഞ്ഞ ഒരു ആനയാണ് കോന്നി സുരേന്ദ്രൻ. കോന്നിക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു ഇതാണ്. അതിനകത്തൊരു ജോലി കിട്ടി, അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിനകത്ത് അഭിമാനമുണ്ട്. ഒരുപാട് പേര് നമ്മളെ സുരേന്ദ്രന്റെ പേരിൽ വിളിച്ച് ക്ഷയിക്കാണ്ട് തരുന്നുണ്ട്. അതൊരു സന്തോഷം തന്നെയാണ്. സർവീസിൽ അങ്ങനെയൊക്കെ കിട്ടുക പറയുന്നത് നമുക്കിപ്പം വലിയ മെഡൽ കിട്ടുക ഇതൊന്നുമല്ല, ഇങ്ങനൊരു പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ. പിന്നെ ആനക്കാരെ എല്ലാവരും പൊതുവെ ഒരു മാറ്റി നിർത്തുന്ന വിഭാഗത്തിലാണ്. അത് എന്താണോ മുൻകാലങ്ങളിൽ അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇപ്പം വരുന്ന ആനക്കാരെല്ലാം ആ രീതിയിലുള്ള പ്രവണതയൊന്നുമില്ല. വൃത്തിയായിട്ട് ഡ്രസ് ധാരണയാണെങ്കിലും ഇടപെടിയിലാണെങ്കിലും എല്ലാം ഒരു വ്യത്യസ്തത ഉണ്ട്.